ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഇന്ന് 10-ാം ദിവസം. ഭരതന്റെ വനയാത്ര മുതൽ, അതായത് ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം അവിടം മുതൽ അയോധ്യകാണ്ഡ അവസാനം വരെ. ഏവമെന്നാൽ കിളിപ്പൈതലക്കാലമേ അവിടം വരെ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ഭരതന്റെ വനയാത്ര. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്ന നേരമാദിത്യദേവനും ഉദിച്ചു ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാകം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യാപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു വരുമ്പട. കേകയപുത്രസുതൻ പടയോട് മിങ്ങാഗതനായത് കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു. തന്നുടെ കിങ്കരന്മാരോട് ചൊന്നാനിതന്നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരുമിവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജവന്തമനാരതം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോകമിത്യുക്ത്വാ. പ്രണാമമുൻ ചെയ്തു ഭരതനും അന്നേരമുത്താപ്യഗാഢമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യം അനാമയവാക്യവും. ഉക്ത്വാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ
ആലിംഗനം ചെയ്തുവല്ലോ ഭവാന് ലോകാലംബനഭൂതനാക്കിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതിനില്ലൊരു സംശയം മത്സകേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നമ്പോടു കണ്ടിതോ രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഉകന്തത വാട്ടമില്ലാതൊരു സന്തോഷ ചേതസ. ഭരതൻ അത്യുത്തമനെന്നുതൻ ചിത്തി നിരൂപിച്ചുടൻ നടന്നിടിനാൻ. യത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തന്മകാശയനസ്ഥലം. കണ്ടു ഭരതനം മുക്ത ബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർത്തിനി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധധവളാംബരാസ്ത്രിതേ. രാമേണ ചേതേ മഹാസുഖം സാ കഥം ചേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാ മദീയാഗ്രജന്മന. മദ്ദോഷകാരണാലെന്നത് ചിന്തിച്ചു മദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയാകിയ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായി അതിപാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യം വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം മനത്തിന് പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ രൂഢഭക്തി കൊണ്ട് യേശ ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവൻ. എന്നാൽ വരും മർത്യജന്മത്തിൻ ബലമെന്നു നിർണയം. ചൊല്ലൂ നീ എന്നോട് എവിടെ വസതി കൗസല്യാതനേൻ അവിടേക്ക് വൈകാതെ ചെന്നു ഞാനിഞ്ഞു കൂട്ടിക്കൊണ്ടു പോരുവൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ. മംഗളദേവതാ വല്ലഭൻ തങ്കലിൽ ഇങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ. നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാ നദി കടന്നാലടുത്തെത്രയും മംഗളമായുള്ള ചിത്രകൂടാജലം തന്നികടെ വസിക്കുന്നതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനം തത്ര ഗച്ഛാമകേ ശീഘ്രം പ്രിയസഖേ. തർത്തുമമർത്യതടിനിയ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവദ്യനീ. സുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ. ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ചസാകൂലദേശം നിറച്ചിടിനാൻ. 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്ത് അതിൽ ഏറ്റവും വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും വൃത്തീശഭഗ്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തിയിടിനാനാദരാൽ. ഉമ്പർതടിനിയ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിതു വൻപടയുന്തതാ. ശീഘ്രം ഭരദ്വാജതാപസേന്ദ്രാശ്രമം വ്യാഘ്രഗോ വൃന്ദപൂർണം വിരോധം വിനാ. സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നെത്തിയിടിനാൻ.
താനും അനുജനുമായി ഉടജാങ്കണേ സാനന്ദമാവേശ നിന്നോരനന്തര ഉജ്ജ്വലന്തം മഹാതേജസം താപസംവിദ്യുരാത്മാനമാസീനം വിധി സമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജഡാവ് കലധാരിണം തുഷ്ടികലന്നരുൾ ചെയ്താനിതെന്തടോ കഷ്ടമീ കോപ്പുപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു നാവസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവായ എന്തൊരു കാരണം വൻപടയോടുമായ ആഹന്തവനാന്തരേ വന്നത് ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പൻ ഇനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ. ഞാൻ ഏതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാം അമ്മതൻ വാക്കായ കാകോള വേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനിപ്പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി ത്വൽപാദവാരിജയുഗ്മം ഭജിക്കുന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ബലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു കംഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടു കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശ കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനിമംഗളാത്മാനമേനം പുണർന്നേടിനാൻ. ചുംബിച്ചു മൂർത്തിനി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു. മനസ്സേ ശോകമുണ്ടാകുല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തിലക്ഷ്മീവതിയായ രാമങ്കൽ നിർണയം. ഇന്നിനെ സക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്ക് അതിനില്ലൊരു വൈമുഖ്യമെന്ന് ഭരതനും കാൽ കഴുകി സമാശമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ അതിവേദ്രുതം ഹോമകേകസ്ഥനായി ജ്ഞാനവും ചെയ്തു കാമസുരഭിയ തക്ഷണം. കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞൂതരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവനാ വൈഭവം എത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാദിവേയങ്ങൾ പൂജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നം വ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനം. കർമ്മണാ ശാസ്ത്രദുഷ്ടേന വസിഷ്ഠന് സമ്മോദത്തോട് പൂജിച്ചിതു മുമ്പിനാൽ. കർമ്മണാ ശാസ്ത്രദിഷ്ടേന വസിഷ്ഠനെ സമോദമോട് പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാസ സൈന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായി അമരാവതി സന്നിഭേ. ഉത്ഥാനവും ചെയ്തു ശശി നിയമങ്ങൾ കൃത്വ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാൻ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു.
ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികെ മിത്രമായൊരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി അഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതബോധന മണ്ഡലേ. കാണാനൊരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ച് ആത്യാദരം കുത്ര വാഴുന്നൊരു കൂത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോട് ഉത്തരം താപസന്മാരും അരുൾ ചെയ്ത ഉത്തരധീരേ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പമലദള പൂർണ്ണ വല്ലീതരു ഷഷ്പ രമണീയ കാനന മണ്ഡലേ ആമ്ര കദളി ബഹുള പനസങ്ങൾ ആമ്രാതക അർജുന നാഗപുന്നാഗങ്ങൾ കേരഭൂഗങ്ങളും ഗോപിതാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതി ജാതി പ്രമുഖ ലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാതി നാനാഭിഗംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാതി നാനാമൃഗ ഭ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്ര സംലഗ്ന വൽക്കലാലങ്കൃതം കരാക്ഷാശ്രമം ഭക്ത്യ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതൻ അതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാതാരവിന്ദങ്ങൾ നൂതനമായി അതിശോഭനം പാവനം അങ്കുശാബ്ജധ്വജവജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗളമാനന്ദമഗ്നനായി വീണും ഉരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. അന്യോഗമിന്നകോ തന്യോഗമിന്നകോ മുന്നം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപത്മഞ്ചിതം ഭൂതലമാരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മുകുരിപ്പാദപാം ശുക്കളന്വേഷണം ചെയ്തുഴല് നിതേറ്റവും വേദാവുമേശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇത്തമോർക്കത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായ ആനന്ദബാഷ്പാകുലക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധോ ചെന്നു നിന്നോരു നേരത്തു കാണായതോ സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരമിന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ദിതമിന്ദിര മന്ദിരോരസ്ഥലമിന്ദ്രാവരജമിന്ദീവരലോചനം ദൂർവാദള നിവശ്യാമളം കോമളം പൂർവജം നീലനളിനദളേക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാപപ്രസന്ന വക്രംഭുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമങ്കിയം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനസമാത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണ സേവിതപാദപങ്കേരുകം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം രക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരപര്യങ്കകം ഉഷ്ഠിസ്ഥിതാനേകമാത്മജാണ്ടംബരം കാരുണ്യപൂർണം ദശരഥ നന്ദനമാരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാക്ക വീണു നമസ്കരിച്ചിടിനാൻ. രാമനവനെയും ശത്രുഘ്നനെയും മോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമിനി ചേർത്തു പുനരവി വത്സങ്ങളു മനച്ചാനന്ദപൂർവകം തത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയേ ഭരതാംഗ്രികൾ കുപ്പിനാൻ. ശത്രുഘ്നനും
അതിഭക്തി കലർന്ന സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പേടി ഞാൻ. ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി. മനോധൃതൻ രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയും ആർത്തി കൈക്കൊണ്ട് കൗസല്യയും പുത്രന് ബാഷ്പധാരാഭിഷേകം ചെയ്തു. ഗാഠമാശ്രിച്ച ശിരസി മുകർന്നുടനൂടമോദം മുലയും ചുരന്നു തഥാ. അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ. ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മീ സമയായ ജാനകി തന്നെയും ഗാഠമാശ്ലിച്ച കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. തത്ര സമാഗമം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമാറുടൻ നത്വാ രഘുത്തമനാശ ചൊല്ലിയിടിനാൻ. എത്രയും ഭാഗ്യവൻ ഞാനെന്നു നിർണയ താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തൊന്ന് ചൊന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്ത് സൗമിത്രിയെ കൊണ്ട് പറഞ്ഞതും. രാമവാക്യം കേട്ട് ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശുകൾ. നിന്നെ പിരിഞ്ഞ തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പുക്കാനറിക നീ ദേവഭോഗേന സുഖിപ്പു സന്തുഷ്ടനായി. കർണശൂലാപങ്കുരുവദനം സമാകന്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തക്ഷണമുച്ചി വിലാപിച്ചിതേറ്റവൻ ലക്ഷ്മണനോടും ജനങ്ങളും. ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. താത മമ്പരിത്യജ വിധിവശാലേതൊരു ദിക്കിന് പോയിതയ്യോ ഭവാൻ. ഹാഹാഹതോഹമനാദോസ്മി മഞ്ഞമാമിനെ അനേകന ലാളിപ്പതാരനുപാസനം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണേടിനാർ ഭൂതലെ. തദ്ദശായം വശിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദകക്രിയും ചെയ്താർ. പിണ്ടം മധു സഹിതിങ്കുദീപ് സൽഫല പുണ്യാക നിർമ്മിതാന്യം കൊണ്ടുവച്ചിതു. യാതൊരെന്നം താൻ ഭുജിക്കുന്നതും അത് സാദരം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചത് എന്നോർത്തതിഖേദേന പിണ്ടദാനാന്തരന്തതാ. സ്നാനം കഴിച്ചു പുണ്യാഹവൻ ചെയ്തത് സ്നാനദാനാന്തരം പ്രാപിച്ചിനാശ്രമം. അന്നുപവാസവൻ ചെയ്തതെല്ലാവരും വന്നുദിച്ചിടിനാനാദിത്യദേവനം. മന്ദാഗ്നിയിൽ കുളിച്ചൂത്തു സന്ധ്യയും ബന്ധിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനൻ രാമനെ ചെന്ന് തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടത് കൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം. ചെയ്ക രാജ്യം തവ വൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ. ക്ഷത്രിയാണാമത് ശ്രേഷ്ഠമാൻ ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദീൻ ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രൻ കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീദമേ. മാതാവ് തന്നുട ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. പ്രാതാപു തന്നുട പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവൻ ചെയ്തു നിന്നതോ പണ്ഡിതനായ ഭരതകുമാരന്.
ഉദ്ധാപ്യരാഗമനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാര നീ യത്വയോക്തം മയാ തത്തദൈവ ശ്രുതം. താതൻ എന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്ന് ചൊല്ലിനാ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്പദം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലെ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ ദാതൻ മൂഢമാനസൻ രേജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജപാപം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിത നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതൻ അസത്യഭയം കൊണ്ടു ചെയ്തത് അതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മനസ്സേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ട് അതിസാദരൻ രാഘവൻ താനും അരുൾ ചെയ്തു. രാജൻ നിനക്കും എനിക്ക് വിപിനവും പൂജനാന്താതൻ വിധിച്ചിതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായ സുമിത്രാത്മജനെപ്പോലെ പോരുവൻ കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പനിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ. ദർപ്പ വിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ. രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്തസജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്നു കൈകേയീസുതനോട് ചൊല്ലിനാൻ. മൂഢനായിടൊല കേൾക്ക നീ എങ്കിലോ ഊഢമായോരു വൃത്താന്തം നിർവാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനർദ്ധിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാവുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയ വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരവാക്യവും കൈകേജി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയ നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്ക് പോകമടിയാതെ. മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പൊക്കു വസിക്ക നീ. വന്നീടും അഗ്രജന്താനും അനുജനും ദേവിയും ഈ 7 വത്സരാവതോ. രാവണൻ തന്നെ വധിച്ച് സപുത്രകം മിത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാരകൂത്തമ സന്നിധോ സാദരം ഗത്വാ മുകുർനമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായ തേ പാദബുദ്ധ്യ മമ സേവിച്ചു കൊള്ളുവൻ. യാവത്തമാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവൻ.
ഇത്തമ്പരതോക്തി കേട്ടൊരു ഭൂത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷിത പാതുകാമുത്തമാംഗേ ചത്തുരാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാൻ നമസ്കരിച്ചുത്തായ വന്ദിച്ചു ചൊന്നാൻ സകൽഗതം. മന്നബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസ്സി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്ത വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതന് മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗളവാചാ പറഞ്ഞയച്ചിടിനാൻ. മുൻപിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയിതാനും സുതാനുപാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കു. രഘുവൻ തന്നെയും ചിന്തിച്ചനുദിന ഭക്ത്യാഭിശുദ്ധ ബുദ്ധ്യ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമം അൻപോടു പുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാമാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നവനെത്തും ഇവിടെ ഇരുന്നാൽ ഇനിയുടൻ സത്വരം ദണ്ഡകാരുണ്യത്തിനെ കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടത്. ഇത്തം വിചാര്യ ധരിത്രീ സുതേയുമാ അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരെ. അത്രിയാശ്രമ പ്രവേശം. അത്രി തന്നാശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനം. രാമോഹമദ്യധന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോഷധനെന്നതറിഞ്ഞ മുനീന്ദ്രനൻ പൂജിച്ചതർക്യവാദാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാനിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു. ചൊല്ലെഴുമവ എന്നുടെ പത്നിയുണ്ടത്ര കേൾ എത്രയും വൃത്തതപസ്സിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞ തപോധന. പർണശാലന്തൻ ഗൃഹേ വസിക്കുന്നതോ ചെന്നു കണ്ടാലും ജനക നിർവാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാപദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികെ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതു കൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമുത്തമം.
കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനി അകമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭക്തുരഗ്രേ ഗമിക്കെന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത് തുഷ്ടി കലർന്നു തപോധനത്രയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനകോ നാരായണനായതെന്നറിഞ്ഞേനകം. നിന്മകാമായ ജഗത്രയവാസിനം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്ര മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൽ കിളിപ്പൈതലക്കാലമേ. ഇത്തത്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.